എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരോടാണെങ്കിൽ കോഴിക്കോട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ വീട്ടിൽ നമ്മൾ രാത്രി 11 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വെളുപ്പിന് 12 മണിയാകുമ്പോഴത്തേക്ക് തിരുവല്ലയിൽ ബസ് വരും. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ബസ് വരും, അതേ കയറിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 12 മണിക്ക് കയറിയ കോഴിക്കോട് രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് എത്തുന്നത്. കോഴിക്കോട് ചെന്ന് കഴിഞ്ഞ് ചേച്ചിയുടെ അടുത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ 2 ദിവസം സ്റ്റേ ചെയ്യാനെ കൊണ്ടുള്ള ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയിലുള്ള യാത്രയായതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളൊന്നും കാണാനില്ല. നമുക്ക് രാവിലെ കോഴിക്കോട് ചെന്നിട്ട് അവിടെയുള്ള കാഴ്ചകൾ കണ്ട് വീഡിയോ തുടങ്ങാം. അപ്പം നമ്മൾ വന്ന ബസ് കോഴിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് നിർത്തിയത്. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങി ഞങ്ങളാണേൽ KSRTC ബസ് സ്റ്റാൻഡിലോട്ട് നടക്കുവാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ നടന്ന് അങ്ങോട്ട് പോകാനാണ് ഓർത്തത്. ഫസ്റ്റ് ടേണിങ്ങിൽ ആ ടേണിങ്ങിൽ കോട്ടേഴ്സാ കുറേ മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളങ്ങനെ ചേച്ചിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് അടുക്കളയുടെ അവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന ഭാഗമാണ്. വീടിൻ്റെ ബാക്ക് സൈഡാണിത്. ഫ്രണ്ട് ഭാഗമെന്ന് പറയുന്നത് വേറെ വീടുകളാണ്. ഫ്രണ്ടിലോട്ട് വേറെ വീടാണ്. ഫ്രണ്ടിലോട്ട് സൈഡിൽ കൂടെ മുകളിലോട്ട് കയറിപ്പാനും ഒക്കെ ഓരോ വീടുകളാണ്. ബാക്ക് സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ്. ചേച്ചി ഇവിടെ രാവിലെ ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്, സാമ്പാർ, ദോശ. അപ്പോൾ ഞാൻ കഴിക്കാൻ ദോശ എടുത്തേക്കുന്നത്. കുറച്ച് സാമ്പാർ കൂടെ എടുത്തിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. കുഞ്ഞപ്പൻ്റെ കൊച്ചിലത്തെ ഫോട്ടോ ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ കോഴിക്കോട് വന്നിട്ടുള്ള 2ാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മൾ വന്നു കഴിഞ്ഞ് എവിടെയും കറങ്ങാനൊന്നും പോയില്ല. അപ്പോൾ ഇന്നാണ് ചേച്ചിക്ക് ലീവാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്തു കോഴിക്കോടൊന്ന് കറങ്ങാമെന്ന്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത് മിഠായി തെരുവും കോഴിക്കോട് ബീച്ചിൻ്റെ അവിടെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മിഠായി തെരുവിലോട്ടാണ് പോകുന്നത്. അവിടെ പോയി നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ചെയ്യാം. നമുക്ക് കോഴിക്കോടൻ ഹൽവയും നമുക്ക് അവിടെ നിന്ന് മേടിക്കാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബസ് കയറിയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. താഴെ വീണ മാമ കാശ് കൊടുത്ത് മേടിക്കും. ആന്ന് ഗിഫ്റ്റ് കൊടുക്കണൊക്കെ. അതിക്ക് റേറ്റ് എത്ര? സെപ്പറേറ്റ്
പേര് പച്ചമുളകിൻ്റെ ടേസ്റ്റ് ചെയ്ത് തരുമോ? പിടിക്കത്തുണ്ടോ പച്ചമുളക് ഉദ്ദേശിച്ചു? അരിയുണ്ടോ? ഇച്ചിരി പേപ്പർ എടുത്തിട്ട് വേറെ ഒരാളുണ്ട് വേണ്ട ജാമിൻ്റെ ടേസ്റ്റ് പ്യൂർ അടിക്കല് പ്യൂർ അടിക്കല് പൈനാപ്പിൾ എടുക്കാൻ വേണ്ടി ഓൾ ഇന്ത്യ റേഡിയോ കോഴിക്കോട് ബീച്ചിൻ്റെ ഓപ്പോസിറ്റുള്ള ഞങ്ങളെ SM സ്ട്രീറ്റിൽ നിന്ന് ബീച്ചിൻ്റെ അവിടെ. ഇത് കോഴിക്കോട് നഗരസഭ കാര്യാലയം. ചേച്ചി അതെടുക്കും. മാങ്ങ സംഭവം ഇപ്പോൾ ഓർത്ത് കൂന്തൽ നോക്കാം. കണ്ടാ വാങ്ങിക്കാം. പക്ഷെ ഞാൻ അന്നൊരിക്കലും ഇവിടുന്ന് വാങ്ങിച്ചിട്ട് എത്ര നോക്കാം. പൈസ ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ തിന്നുണ്ട്. കല്ലുമ്മക്ക കഴിക്കാനാണ് കോഴിക്കോട് വന്നത്. കഴിയോ? സന്തോഷം കേട്ടോ, സന്തോഷം. എങ്ങനെ തുറക്കും എന്ത് പറയുന്നത്ര കഴിക്കുന്നു. ആദ്യമായിട്ട് കഴിക്കുന്ന എടുക്കട്ടെ. കൊള്ളാവോ? നാളെ ഞാൻ എയർപോർട്ടിൻ്റെ അടുത്ത് വാങ്ങിച്ചു. ഇല്ലേ? അപ്പം അങ്ങനെ ഹൈപ്പിനൊന്നും ഇല്ലല്ലോ. ഇത് വെറുതെ കഴിക്കാനാ കൊള്ളുന്നത് ഇല്ലേ ചേച്ചി? എന്തോടാ? ആ വേറൊരു ടേസ്റ്റ് ആയി. വേറെ